പോവർട്ടി 4th ചാപ്റ്റർ അതിൽ നോട്ടാണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് പോവർട്ടി? Poverty is a situation in which some people do not have enough income to fulfill the basic necessities of life like food, clothing, shelter, education, health, etc. Next one, characteristics of poor. ദരിദ്രരുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ഫസ്റ്റ് വൺ, illiteracy and ill health and malnutrition. നിരക്ഷരത, അനാരോഗ്യം, പോഷകാഹാരക്കുറവ്. Second one, indebtedness to village money lenders, കടബാധ്യത. Third one, unemployment, തൊഴിലില്ലായ്മ. Fourth one, unorganized, അസംഘടിതരായിരിക്കും. Fifth one, no electricity, drinking water and sanitation facilities. Gender injustice, sixth one, gender injustice. Then seventh one, no assets like land. സ്ക്രീൻഷോട്ട് എടുക്കാം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പോവർട്ടി ലൈൻ? പോവർട്ടി ലൈൻ ഈസ് എ കട്ട് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ് പോപ്പുലേഷൻ ആസ് പുവർ ആൻഡ് നോൺ പുവർ. വൺ വേ ടു മെഷർ പോവർട്ടി ബൈ കാൽക്കുലേറ്റിംഗ് ദി മോണിറ്ററി വാല്യൂ ഓഫ് ദി മിനിമം കലോറി ഇൻടേക്ക്. ഇൻ India, minimum calorie intake is 2,400 for rural people and 2,100 for the urban people. The monetary expenditure, the money expenditure for this calorie intake is then calculated. In 2009-10, it was rupees 673 rural and 860 urban per person a month. Then categorizing poverty. ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ തന്നിട്ടുണ്ട്. കാറ്റഗറൈസ് ഓൾവേസ് പുവർ ഉണ്ട്, യൂഷ്വലി പുവർ, ചേണിങ് പുവർ, ഒക്കേഷണലി പുവർ, വേറൊരു വീഡിയോ തന്നിട്ടുണ്ട്. ദരിദ്ര രേഖ പോവർട്ടി ലൈൻ കാണാം. അതിന് താഴത്തുള്ളത് ദരിദ്രരാണ്, മുകളിലേക്ക് വരാണ് ദരിദ്രരല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ വേറൊരു ആശയമാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ദാദാവി നവറോജിയാണ് ഇത് കൊണ്ടുവന്നത്. In pre-independent India, Dadavai Navoroji was the first to discuss the concept of poverty line. He used the jail cost of living index. That is, he based the poverty line on a prisoner's cost of living. According to him, 3/4 of cost of living in jail is the poverty line. Poverty line, Dadavai Navoroji. ഒരു ജയിൽ പുള്ളിക്ക് ജീവിക്കാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ദിവസം ഭക്ഷണ ചെലവിൻ്റെ 3/4 വരുമാനമില്ലാത്തവർ ദരിദ്രർ. നെക്സ്റ്റ്, നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദരിദ്രരുടെ കണക്കാണ്. വെൻ ദി നമ്പർ ഓഫ് പുവർ ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ ദി പോവർട്ടി ലൈൻ, ഇറ്റ് ഈസ് നോൺ ആസ് ഹെഡ് കൗണ്ട് റേഷ്യോ, പോവർട്ടി ഇൻസിഡൻസ് റേഷ്യോ. സമൂഹത്തിൽ അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ എത്ര ദരിദ്രരുണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്, തലയെണ്ണൽ അനുപാതം. ഹെഡ് കൗണ്ട് റേഷ്യോ കാണാനുള്ള സമവാക്യം നോക്കാം. നമ്പർ ഓഫ് പുവർ ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. മൊത്തം ദരിദ്രർ, മൊത്തം ജനസംഖ്യയിൽ എത്ര ദരിദ്രരുണ്ട്, എത്ര ശതമാനം ഉണ്ട് എന്ന് പറയുന്നതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ഇൻ ഇന്ത്യ, ദി ഒഫീഷ്യൽ ഡാറ്റ on poverty is published by the Planning Commission. It is estimated on the basis of consumption expenditure data collected by the NSSO. The following table gives trends in poverty. 73-74 55% ആൾക്കാർ ദരിദ്രർ, 83 44%, 93 36%, 2000 26% ദരിദ്രർ. അടുത്തുള്ള ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. ഇത് പറയുന്ന സമയത്ത് ദ ബേസിക് കോസ് ദ ബ്രിട്ടീഷ് റൂൾ, ദ ബ്രിട്ടീഷ് colonial exploitation was the main reason. അതിനുശേഷം ഇത് പറയാം, പോവർട്ടീസ് ഇൻ ഇന്ത്യ റിസൾട്ട് ഫ്രം ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റീസ്.
social exclusion, unemployment, indebtedness, and unequal distribution of wealth. The main causes are the following. First one, low income, lack of assets, unemployment, inequalities, isolation and powerlessness, vulnerability, low economic growth, population explosion, backward agriculture and low level of industrialization. 10th one, inflation, വിലക്കയറ്റം. ഇതാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. ഇനി എക്സ്പ്ലെയിൻ ദ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഏതൊക്കെ? ഇത് 8 മാർക്കിൻ്റെ ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. 8 മാർക്കാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. The government approach to poverty reduction was of 3 dimensions. First one, growth oriented approach. Economic growth സ്വീകരിക്കുക എന്നുള്ളതാണ്. Growth oriented approach. It is based on the expectation that the effect of economic growth would spread to all sections of society and will trickle down to the poor sections also. This is known as the trickle down theory. But progress has been slow. സാമ്പത്തിക വികസനത്തിലൂടെ, സാമ്പത്തിക വളർച്ചയുടെ അതിൻ്റെ ഫലം ദരിദ്രരിലേക്കും എത്തിച്ചേരും എന്നുള്ളതാണ് ട്രിക്കിൾ ഡൗൺ തിയറി. ഇനി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക്. അടുത്താണ് ജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളത്. തൊഴിൽ നൽകുക, തൊഴിൽദാന പരിപാടികൾ. പുള്ളപ്പ് തിയറി, ഇതിനെ നമ്മൾ പുള്ളപ്പ് തിയറി, ദാരിദ്ര്യ ഉദ്ധാരണ പരിപാടി എന്നാണ്. ഞങ്ങൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് ദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക. പുള്ളപ്പ് തിയറി, ദാരിദ്ര്യ ഉദ്ധാരണ സിദ്ധാന്തം എന്നൊക്കെ പറയും. ദ ലോജിക് ഓഫ് ദ പുള്ളപ്പ് തിയറി ഈസ് ദാറ്റ് വി ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത് to trickle down to the poor. Instead, the poor have to be pulled up above the poverty line through special anti-poverty programs. These are explained below. ദരിദ്രരെ പ്രത്യേക ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഇതെന്ന് പറയുന്നത്. പുള്ളപ്പ് തിയറി, ദാരിദ്ര്യ ഉദ്ധാരണ സിദ്ധാന്തം. അതിൽ തൊഴിൽദാന പരിപാടികളാണ്. ഒന്ന്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സ്വയം തൊഴിൽ പദ്ധതികളാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, അതിലൊന്ന് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരാജ്ഗാർ യോജന, SGSY. 1980 ഇത് IRDP എന്നായിരുന്നു ആദ്യത്തെ പേര്. ദിസ് പ്രോഗ്രാം അസിസ്റ്റ് BPL ഫാമിലീസ്, ദരിദ്രർക്ക്, ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഈ പ്രോഗ്രാം. ദരിദ്ര കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ. Since this program led to leakages and corruptions, now the beneficiaries are encouraged to form self-help groups, SHGs. They decide to whom the loan are to be given. Now it is known as NRLM, National Rural Livelihood Mission, and NULM, National Urban Livelihood Mission. Next one, Prime Minister Rozgar Yojana, PMRY. Under PMRY, educated unemployment poor people we given financial assistance. Poor persons are given financial assistance for self-employment. സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. Then Rural Employment Generation Program, REGP. The Khadi and Village Industries Commission, KVIC, is implementing REGP, giving bank loans to set up small industries. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയാണ്, ബാങ്ക് ലോണൊക്കെ കൊടുക്കുകയാണ്. ദെൻ സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന, SJSRY, സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന, SJSRY, is both self-employment and wage employment program in urban areas. സെൽഫ്-എംപ്ലോയ്മെൻറ്റും വേജ് എംപ്ലോയ്മെൻറ്റും ഒരുമിച്ചുള്ളതാണ് SJSRY. Then JRY in rural areas, NRY in urban areas provide gainful employment. തൊഴിൽ നൽകുന്ന തൊഴിൽദാന പരിപാടികളാണ് JRY, ജവഹർ റോസ്ഗാർ യോജന, ആൻഡ്
NRY, Nehru Rozgar Yojana, in urban areas. Then National Rural Employment Guarantee Program, NREGP, 2005 ഇതാണ് തൊഴിലുറപ്പ് പരിപാടി എന്ന് പറയുന്നത്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ഗ്യാരണ്ടി പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, NREGP. It guaranteed wage employment for 100 days a year, now renamed as MGNREGP, Mahatma Gandhi National Rural Employment Guarantee Program. 2013 ഇതിൻ്റെ പേര് മാറിയതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 5 crore households got employment. Next one, National Food for Work Program, NFWP, and Sampurna Gramin Rozgar Yojana are other important wage employment programs. Then third program, providing minimum basic amenities to the poor people. മൂന്നാമത്തെ ദരിദ്ര നിർമ്മാർജ്ജന പരിപാടിയാണ് ദരിദ്രർക്ക് അത്യാവശ്യങ്ങൾ പ്രദാനം ചെയ്യുക, അത്യാവശ്യ വസ്തുക്കൾ. To improve the standard of living of poor people, basic expenditures in areas like education, health, sanitation, communication, electricity, nutrition, housing and water supply has to be increased. Food security programs like PDS, ICDS, MDMS, etc. ദരിദ്ര സഹായിക്കാൻ വേണ്ടിയുള്ള PDS, പബ്ലിക് പൊതുവിതരണ സമ്പ്രദായം, PDS, ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, MDMS, ഉച്ചഭക്ഷണം നൽകുന്നതാണ് കുട്ടികൾക്ക്, ഉച്ചഭക്ഷണം സ്കൂളുകളിൽ. MDMS, മിഡ് ഡേ മീൽസ് ടു സ്കൂൾ ചിൽഡ്രൻ ആണ്. Then social security programs for informal employment sector, insurance and old age pensions, etc. A critical assessment of the program. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു വിമർശനാത്മകമായ പഠനമാണ്. റിസോഴ്സസ് അലോക്കേറ്റ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ നോട്ട് സഫിഷ്യൻറ്റ്. ഫണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഫണ്ട് വളരെ കുറവാണെന്നുള്ളതാണെന്ന്. ദെൻ സെക്കൻഡ് വൺ, ദ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ബ്യൂറോക്രസി ആർ ഇൻഎഫിഷ്യൻ്റ് ആൻഡ് കറപ്റ്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇൻഎഫിഷ്യൻ്റാണ്, കാര്യക്ഷമതയില്ലാത്തവരാണ്, കറപ്റ്റാണ്, അതുപോലെ തന്നെ അഴിമതിയാണ്. ദെൻ ഫണ്ട് ലീക്കേജസ് മേക്ക് ദ പ്രോഗ്രാംസ് വെരി ഇൻഎഫിഷ്യൻറ്റ്. ഫണ്ട് ലീക്കേജ് ഉണ്ട്, ദരിദ്രർക്ക് ചിലവാക്കുന്നത് പണം പൂർണ്ണമായും ദരിദ്രർക്ക് കിട്ടുന്നില്ല. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് സം പ്രോഗ്രാംസ് ഹാവ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദ നോൺ പുവർ. ദരിദ്ര നിർമ്മാർജ്ജനത്തിൻ്റെ ഗുണങ്ങൾ ദരിദ്രർ അല്ലാത്തവർ നേടിയെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനമുണ്ട്. ഇത്രയാണ് 4th ചാപ്റ്റർ നോട്ട്സ്. താങ്ക് യു ഓൾ.